രണ്ടാം ദിവസം രാവിലെ തന്നെ ഗീതമ്മയുടെ സ്പെഷ്യൽ ചപ്പാത്തിയും വെളിയിൽ നിന്ന് മേടിച്ച ചിക്കനും കറിയും കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ കുർത്തിയാട്ടോട്ട് പോവുക. കുർത്തികാടെന്ന് പറഞ്ഞാൽ ഭരണിക്കാവ്, അവിടെയാണ് എൻ്റെ വീട്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫും ചക്കയും മീൻ വറുത്തതും പറ്റിച്ചതും അവിയലും മെഴുക്കുരട്ടിയും മോരും പപ്പടവും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അമ്മ ബീഫ് സൂപ്പറായിട്ട് വെക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് വൈകിട്ടൊരു ചായയും കുടിച്ച് ഞങ്ങൾ കായംകുളത്തോട്ട് പോയി. പോകുന്ന വഴിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഔഷധക്കഞ്ഞി കുടിച്ചു. എനിക്ക് തോന്നുന്നു അവരുണ്ടാക്കിയത് കൂടി പോയതുകൊണ്ട് കളയണ്ട എന്ന് വെച്ച് കൊടുത്ത് അത് നല്ലൊരു കാര്യമാണ്. എല്ലാവരെയും പിടിച്ചു നിർത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ കുറുക്കുവഴിയൊക്കെ കയറി. പിന്നെ ഞങ്ങൾ പോയത് ബുക്ക് സ്റ്റാളിലാണ്. എനിക്കല്ല കേട്ടോ, ശരത്തിന്. അവനൊരു വായനക്കാരന്. ഞാൻ അത്രയ്ക്ക് പോരാ. ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ട് 1 വർഷമായി. 25 പേജ് കഴിഞ്ഞ കയ്യിൽ ഏത് ബുക്കാണ് ഇരിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ഈ തിരിച്ച് നോക്കുന്നത്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. ചക്ക കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരവും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അവിടുന്ന് ഒരു ചായക്കടയിൽ പോയി കുറച്ച് പൊറോട്ടയും കുറച്ച് ഉള്ളിവടയും മേടിച്ചു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബായ്.